ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് പിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇന്ന് എന്താണെന്ന്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം ചെറുതായിട്ടൊരു കേക്ക് കട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇല്ല, ആൾ ബാംഗ്ലൂരാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ആയിട്ടോ ഫാമിലി ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ട്. കാരണം ഞാൻ ആ സമയത്തെല്ലാം ബാംഗ്ലൂരായിരിക്കും. അപ്പോൾ ഇത്തവണ ഞാൻ നാട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കേക്ക് വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. കേക്ക് വാങ്ങണം, പിന്നെ എൻ്റെ ചേച്ചീനെ കൂട്ടാനും പോകണം. ചേച്ചി എംബസിക്ക് പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും, ഞാനും അമ്മ, എൻ്റെ ചേട്ടനും, പിന്നെ ഞങ്ങളുടെ കുട്ടീസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യം തന്നെ ചേച്ചീനെ കൂട്ടാൻ വേണ്ടി പോവാണ്. പിന്നെ ചേച്ചീനെയൊക്കെ കൂട്ടിക്കഴിഞ്ഞ് വന്ന് വീട്ടിൽ സ്പെഷ്യലായിട്ട് ഞാൻ മട്ടൻ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കൂടെ പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ മെനു. അപ്പം പൊറോട്ടയും മട്ടൻ കുറുമയാണ് ഇന്നത്തെ മെനു കേട്ടോ. പിന്നെ അതൊക്കെ കഴിക്കാൻ വേണ്ടി പൊറോട്ടയൊക്കെ മേടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നവ്യ ബേക്കറി ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. തൊടുപുഴയിൽ നിങ്ങൾ അറിയാമായിരിക്കും, അതിന് കുറേ ബ്രാഞ്ചുകളുണ്ട് അവർക്ക്. അപ്പോൾ തൊടുപുഴ പുതിയൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കേക്കൊക്കെ നല്ല ഫ്രഷായിരിക്കും, നമുക്ക് അവിടെ പോയി മേടിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് അവരിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും കേക്ക് കട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ കേക്ക് സെലക്ട് ചെയ്തോളാം, ഈവൻ ഗിഫ്റ്റും ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ഞാനത് ചോദിച്ച് മേടിക്കും കേട്ടോ. അങ്ങനെ കേട്ടോ, എനിക്ക് ബർത്ത്ഡേക്ക് ഇത് മതി, ചേച്ചി ഇത് മേടിച്ചാൽ മതി, ചേട്ടൻ ഇത് മേടിച്ചാൽ മതി, അപ്പ ഇത് മതി, അമ്മ ഇത് മതി, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ ഗിഫ്റ്റ് മേടിക്കുന്നത്. അങ്ങനെ എത്ര പേര് കാണും. ഞാനെപ്പോഴും എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിച്ച് മേടിക്കും. ഈവൻ എൻ്റെ ഹസ്ബൻഡിനോടും ഞാൻ ചോദിച്ച് മേടിക്കും, എനിക്കിത് മതിയെന്നും പറഞ്ഞു. പിന്നെ ഞങ്ങളിതിപ്പം തൊടുപുഴ ടൗണാട്ടോ, കണ്ടിട്ടില്ലാത്തവർ കണ്ടു. ഇതാണ് തൊടുപുഴ ടൗണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നവ്യ ബേക്കറി ലക്ഷ്യമാക്കി പോവാണ്. ആദ്യം ഒരു സ്ഥലത്ത് പോയപ്പോൾ അവരുടെ പഴയ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പുതിയ ബ്രാഞ്ചിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് വണ്ടി തിരിച്ച് ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്ന കേട്ടോ അവരുടെ പഴയ ബ്രാഞ്ച്. നല്ല ബേക്കറിയാണ്. ഞാൻ അവിടുന്ന് പേസ്ട്രീസ് കഴിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഫ്രഷും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. ഇതാണ് പുതിയ ബ്രാഞ്ച് കേട്ടോ. ഞങ്ങളുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് പുതിയ ബ്രാഞ്ച്. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഹോട്ടൽ ഹൈ റേഞ്ച്. അവിടുത്തെ പൊറോട്ട നല്ല ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്തു വന്ന് അവിടുന്ന് പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാട്ടോ അതിൻ്റെ അകം. എല്ലാ സാധനങ്ങളും ഉണ്ട്. കേക്ക് കിട്ടി, ഒരു ഫ്രഞ്ച് വാനിലയുടെ കേക്കായിരുന്നു കിട്ടിയ, 1/2 kg. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുള്ളായിരുന്നു. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ അതിൻ്റെ അകമൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. മോൻ്റെ പുതിയ ഹെയർ സ്റ്റൈലാണ്, അവനൊരു കോലുമുട്ടായൊക്കെ മേടിച്ചു. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കേക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോയി. ഞാൻ ഈ ഡ്രസ്സാട്ടോ എടുത്തത്. ഈ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങളുടെ എൻ്റെ അമ്മയും അപ്പയും താമസിക്കുന്നത് ഇവിടെയാണ്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് ഇന്ന് രാത്രി പോകും. അതുകൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാ കുട്ടീസും കൂടെ അവർക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും അടിയായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ. കഴിക്കുന്നേക്കാളും അടി ആ കേക്ക് മുറിക്കാനുള്ള ഒരു ബഹളമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെപ്പോഴും ഇങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ അതിന് മുമ്പ് കേക്കൊക്കെ പിടിച്ചൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നതാണ്. പിന്നെ കുട്ടികളുണ്ടായാൽ അത് ഒന്നും നടക്കില്ല. കേക്ക് മേടിച്ച് വണ്ടിയിൽ വെച്ചപ്പോൾ തൊട്ട് തന്നെ 3 പേരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബഹളത്തിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ മെനു ഞാനുണ്ടാക്കിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള മട്ടൻ കുറുമയും പൊറോട്ടയും പിന്നെ നൈസ് പത്തിരി മേടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതും കൊണ്ട് പറയല്ല, എൻ്റെ മട്ടൻ അപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അപ്പായ്ക്കും കൂടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നല്ല സ്പെഷ്യലായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. അപ്പോൾ പൊറോട്ടയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. സമയം 6 മണിയൊക്കെ ആയതേ ഉള്ളായിരുന്നു കേട്ടോ. 12 മണിക്ക് ഉറക്കം കളഞ്ഞ് കേക്ക് കട്ടിയിലൊന്നുമില്ല. ഇത് തന്നെ ധാരാളം. വളരെ സന്തോഷമായി. ഷോപ്പിങ്ങൊക്കെ ചെയ്തു, ഫാമിലിയോട് സെലിബ്രേറ്റ് ചെയ്തു. ഇതായിരുന്നു കേട്ടോ കേക്ക്, നല്ലതായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.